ഈ ഒരു പാലാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ ജോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ അങ്ങനെ അടിയിക്കുണ്ട്, അവിടെ ഉണ്ട് അടിയിക്ക്. അത് പിന്നെ ഇപ്പോൾ ഫുള്ള് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ടും കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുള്ളത് ജിഞ്ചി ഫോർട്ട്, സെഞ്ചി ഫോർട്ട്, ജഞ്ചൈ ഫോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവണ്ണാമലൈ, വിൽപ്പുറം, പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങൾക്കൊക്കെ അടുത്തായിട്ടുള്ള ജിഞ്ചി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തുള്ള കോട്ടയിലാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്ഥാപനമാണ് ഇനി എക്സ്പ്ലോർ ചെയ്യാറ് കേട്ടോ. ഇവിടെ സ്റ്റെപ്പുകളൊക്കെ കണ്ടാണ് കൊത്തുപണി മാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പുകൾ. നമുക്ക് ആ കവാടത്തിൻ്റെ അങ്ങോട്ട് പോയേക്കാം, അവിടെ എന്താ ഉള്ളതെന്ന്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ അവിടെ ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ തോക്ക് വെക്കാനുള്ള ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇനി ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പാറയിലാണ് കേട്ടോ ജോയിൻ്റ് അടിച്ച് നിർത്തിയിട്ടുള്ളത്. ഒന്നുമില്ല കേട്ടോ, താഴത്തൊക്കെ കണ്ട മാതിരി തന്നെ വിശാലമായിട്ടുള്ള ഒരു ഹോള്. ഒരു സംഗതി ഇതിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഒറ്റ ഡോർ കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട്, പിന്നെ അവിടെ ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ആർച്ചാക്കിയിട്ട് അന്ധകാലത്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മേലെ കാണുന്ന ആർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ. ഇഷ്ടിക ജോയിൻ്റ് അടിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയും ആ ഒരു മൂല കാണുന്നത് ഇഷ്ടികയാണ്. ഇവിടെ ഒക്കെ കരിങ്കല്ലുകളാണ് കേട്ടോ. കുട്ടേറ്റല്ല ഇവിടെ. കുട്ടേറ്റൻ വേറൊരു അടുത്താണ്. അങ്ങോട്ട് പോവാം, നമുക്ക് കുട്ടേറ്റൻ്റെ അടുത്ത് പോവാ. എന്നാൽ പോവാം. ഇതൊരു സ്റ്റെപ്പുകൾ കയറിയിട്ട് ആണ് മേലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ആ ഒരു കവാടം കയറുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെയാണ് ഇത് പഴമയെ നിലനിർത്തിയിട്ടുള്ള. ഇത് ആർക്കും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഈ ഗുഹേൻ്റെ ഒരു പ്രത്യേകത. അലോക്കിൻ്റെ ഒരു ഗുഹയാണ് കേട്ടോ. ഇതങ്ങനെ ഒരു ഗുഹയാണ്. ഇതുകൊണ്ടാണ് ഒക്കെ ഇഷ്ടിക വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാറി നിൽക്കാൻ ഇതിനൊക്കെയായിട്ട് ഉപയോഗിച്ചെന്നാണ് തോന്നുന്നുണ്ട്. ഈ ഒരു വലിയ കവാടത്തിൻ്റെ ഇതെത്തുന്നതിന് മുന്നായിട്ട് ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്. നമ്മങ്ങോട്ട് പോയി നോക്കാം. അങ്ങനൊരു ചെറിയ സംഭവമാണ് കേട്ടോ. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കാലിയായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ ആർച്ച് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് പറയേണ്ടത് ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിരുന്ന ഈ വർക്കുകളെ കുറിച്ചാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ടും കൂടെ കിടച്ചിലായിട്ടുണ്ടെങ്കിലും അത്രയും വർഷങ്ങൾക്ക് മുന്നേ കറക്റ്റ് സ്ട്രെച്ചിങ്ങിൽ ഇത് ചെയ്തിരുന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ബീമൊക്കെ നോക്കുകയാണെങ്കിൽ എന്തോളം ഭംഗിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു വലിയ ആർച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കൊത്തുപണികളെ കൊണ്ടൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ ഓരോ സംഭവങ്ങളൊക്കെ. പിന്നെ എടുത്ത് പറയേണ്ടത് എല്ലാ ഏരിയയിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരു അറട്ടാ. ഇതെനിക്ക് തോന്നുന്നു വിളക്കുകൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാവാൻ ചാൻസ് ഇട്ടാ. പിന്നെ ഇവിടെ വെച്ചിരുന്ന ഡോറിൻ്റെ വിജാവൂരി പോയിരുന്ന സ്ഥലം കേട്ടോ. വിജാവൂരി അല്ല, വേറെ എന്തോ ഒരു പേര് പറയുന്നത്. ആ ഒരു ഇത് അങ്ങോട്ട് കയറി നിന്നിട്ടാണ് ഡോറുണ്ടാക്കുന്നത്. അത് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അടിയിൽ പിന്നെ ഇല്ല, അവിടെ മണ്ണറിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഇത്രയും വലിയ കവാടത്തിലാട്ടാ. ഒരുപാട് നീട്ടും വലിപ്പമുണ്ട്. കൊത്തുപണികൾ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ കല്ലിലും. ഇവിടെ നിന്ന് നമ്മൾ കയറിയതിന് ശേഷം കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെയുള്ള മതിലുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഏറ്റവും ടോപ്പിൽ എത്തി എന്നുള്ളതാണ്. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്, എങ്ങോട്ടാന്നുള്ളത് നമുക്ക് നോക്കാം. പടനായകൻ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടത്. ഇതിലിങ്ങനെ ഒരു പടനായകൻ നിൽക്കുന്നതാണ്. സെൻട്രലൊക്കെ ആയിട്ട് കാണിച്ചില്ല. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് കേട്ടത്. ഈ ഒരു ആർച്ചുകളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ഭംഗിയുണ്ട് എന്നുള്ളത്. പിന്നെ മനസ്സിൽ വന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇത്രത്തോളം ഭംഗിയിൽ അന്ന് നിർമ്മിച്ചിരുന്ന ഈ ഒരു സംഭവം ഇന്ന് ഇത്രത്തോളം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മളിന്ന് കെട്ടിണ്ടാക്കുന്ന ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ നമ്മളെ കാലശേഷം എന്താകും എന്നുള്ളത് ജസ്റ്റ് ചിന്തിച്ചാൽ മതിട്ടാണ്. അപ്പോൾ വലിയ വലിയ വീടുകളും വലിയ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ. തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഓരോ പോയിൻറ്റ്സുകൾ ഒക്കെ അതേപോലെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒക്കെ തകർന്നു പോയിട്ടുണ്ട്, കാരണം ഇവിടുന്ന് ഇടിഞ്ഞു പോയിക്കല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു പാലം അതാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു പാറമക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാലം അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. പിന്നെ കൊത്തിപ്പിടിച്ച് കയറുക എന്നുള്ളതൊക്കെ ടാസ്ക്കാണ്. അത് മാത്രമല്ല, ആ ഒരു പാലം നമുക്ക് ജോയിൻ്റ് ആവണം. അടിഭാഗം പൊട്ടിച്ച് കളഞ്ഞ് നോക്കണേ, അത് നമുക്ക് ജോയിൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും.
പൊട്ടിച്ച് കളഞ്ഞിരിക്കണം. അതാണ് ഈ ഒരു കോട്ടയുടെ സേഫ്റ്റി ഭാഗം. നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഏകദേശം പുല്ലുകളും കാര്യങ്ങളൊക്കെ മുളച്ചിട്ട് അങ്ങോട്ടൊന്നും നടക്കാൻ കഴിയാത്ത രൂപമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേന് ആൾക്കാരൊന്നും കാണാനില്ല. താഴത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. ഇവിടെ എത്തിയപ്പോഴത്തേന് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടാ. അതായത് ഇങ്ങോട്ടൊന്നും അങ്ങനെ ആൾക്കാർ കയറുന്നില്ല. കയറിക്കഴിഞ്ഞാൽ അതാണ് അത്യാവശ്യം നമ്മൾ കരുതേണ്ട കാര്യങ്ങളുണ്ട്. വെള്ളം, പവർ ബാഗ്, എന്തെങ്കിലും ഒരു ലൈറ്റ്, ഇത് മസ്റ്റാണ്. ഒരാൾക്കൊരു 3 ലിറ്റർ വെള്ളം എന്നുള്ള രീതിക്കെങ്കിലും കരുതുക. സിപ്പടിച്ച് കുടിച്ച് പോരുക. എന്നാൽ നമുക്ക് നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളൂ. കല്ല് പൊട്ടിച്ചതിൻ്റെ അടയാളമാണ് കേട്ടോ ഈ കാണുന്നത്. പണി തീരും മുന്നേ എല്ലാം തകർന്നേ. ഒരു ഏരിയയ്ക്കൊരു നിർമ്മിതി കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറാൻ പോകുന്നത് ഈ ഒരു ഏരിയക്കാട്ടാ. ഇതിൽ കൂടെ വഴി കാണുന്നുണ്ട്. അവിടെ എന്തോ ഉണ്ട്. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പോവാം. സ്റ്റെപ്പുകളൊക്കെ അങ്ങനെ പാറയിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇത് പിന്നെ പടുത്തുണ്ടാക്കിയതാണ്. ഈ ഏരിയയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗുഹയാണോ എന്ന് ഡൗട്ടുണ്ട്. കാരണം അങ്ങോട്ട് ഉള്ളിലേക്കുണ്ട്. ഇവിടെ ആണെങ്കിൽ ആൽമരം വന്നിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എത്തിയപ്പോൾ ഇതേപോലെയാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അന്ന് സിമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് ഇത് ഫിനിഷിങ് ചെയ്തെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടാണ് എല്ലാ ഏരിയയും ഒക്കെ കുറേ തകർന്നു, കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാലുള്ള വ്യൂ ആണ് കേട്ടത്. എല്ലാ മലകളും പാറകൾ ഇങ്ങനെ ചരലുകൾ കൂട്ടിയിട്ട മാതിരി ഒക്കെ ഉരുളങ്കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണം. അല്ല നമ്മളടുത്തൊന്നും മാതിരി മരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഫിനിഷിങ് പോയിൻ്റ് ആയിട്ടുള്ള മലകളല്ല കേട്ടോ. ഇതൊരു വേറെ തന്നെ ഒരു വെറൈറ്റി മല ആടുകളുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെയൊക്കെ കാഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ കിടക്കണേ. മലയാടുകൾ പിന്നെ രാത്രിയാണല്ലോ ഇറങ്ങൽ. ഇതിലൂടെ വഴി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിവസം വന്നു പോകുന്ന സ്ഥലമാവും. അതിൽ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അതിൻ്റെ സൺസൈഡ് നോക്കുകയാണെങ്കിൽ കല്ലിൽ വെച്ചിട്ടുള്ളത്. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നമ്മൾ 7ാമത്തെ എപ്പിസോഡും ഇനി വരുന്നത് 8ാമത്തെ എപ്പിസോഡും ആയിട്ട് ചെയ്യാം. നമ്മൾ A to Z വിഷ്വൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നതും കറക്റ്റ് കണ്ടു പോകുന്നതും ഒക്കെ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യുന്നതും. അപ്പോൾ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ.